ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങളുടെ നിബമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് നോക്കിയാലോ അങ്ങനെ ഉണ്ടെന്ന്. എത്ര വരെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ, കാരണം ഇന്ന് ഇച്ചിരി ഷാഡിയൊക്കെ കൂടുതലാണ്. രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ. നിവ എവിടെ? അവിടെ പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ പുതുശ്ശേരിയിലെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോഴും ഈ അമ്പലത്തിൽ പോവാറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ള അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം എനിക്കൊന്ന് വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. കാരണം എപ്പോഴും ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടിയാണ് കയറണത്. എന്നാലും നമ്മൾ ഫ്രണ്ടിൽ കൂടി വന്നിട്ട് ഉള്ളിൽ കയറണമെങ്കിൽ ആ സൈഡിൽ വണ്ടി വെച്ചിട്ട് അങ്ങനെ ആട്ടോ വരാറ്. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ആൽമരവും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആയിരുന്നല്ലോ. ഭാഗ്യത്തിന് ഞായറാഴ്ച തന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് അപ്പുചേട്ടന് ലീവായിരുന്നു. പിന്നെ കുഞ്ഞിനെ അവിടെ കമ്പിയിലൊക്കെ പിടിച്ച് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ബർത്ത്ഡേൻ്റെ കേക്ക് വാങ്ങിക്കാൻ പോണ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. വലിയ രീതിയിൽ നമ്മുടെ ആഘോഷമൊന്നും ഇല്ലെങ്കിലും നമ്മൾ കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ. അപ്പോഴേക്കും ഞങ്ങൾക്ക് കേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും ആകെ ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അപ്പുചേട്ടൻ ഒറ്റക്കാണ് പോയി ബൈക്കിൽ കൊണ്ടുവന്നത്. 1 കിലോൻ്റെ കേക്കാണെങ്കിലും 2 ഇതായിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടി ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെന്ത് പറ്റി, അവർക്കത് അടച്ച സമയത്ത് അവരുടെ മിസ്റ്റേക്കാണ് കേട്ടോ. മേലത്തെ എഴുതിയത് മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ബേക്കറിയിലൊക്കെ ജോലി ചെയ്തത് കൊണ്ട് നമുക്ക് അതിൽ എഴുതാനൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനത് ഏകദേശമൊക്കെ ഞാൻ സെറ്റാക്കി കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാവേ. പിന്നെ അതിന് ശേഷം ചേച്ചി ഇപ്പുറത്ത് പായസം കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പോൾ ആ പായസവും കുടിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ ഇഡ്ഡലി ആയിരുന്നു, രാവിലത്തെ കഴിക്കാൻ തന്നെ ഉച്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിന് ഞങ്ങൾ കറക്റ്റായി കഴിക്കാൻ കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ബലൂണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബലൂണൊക്കെ വീർപ്പിച്ച് വേദന എടുത്തിട്ട് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നാളായി ബലൂണൊക്കെ വീർപ്പിച്ചിട്ട്. വാശിപ്പുറത്തിരുന്ന് അങ്ങനെ വീർപ്പിച്ചു കേട്ടോ. അത്യാവശ്യം ബലൂണ് 10-20 ബലൂൺ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ബർത്ത്ഡേക്കൊന്നും ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ ഈ വീഡിയോയിലും മീഷോയിലൊക്കെ നോക്കുമ്പോഴാണ് ഇതുപോലെ സംഭവങ്ങൾ കിട്ടി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് അറിയണത് തന്നെ കേട്ടോ ഞാൻ. അപ്പോൾ ഇത് കേക്ക് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ആ കേക്ക് സ്റ്റോർ അവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് ഓർഡർ കൊടുത്ത് ഉണ്ടാക്കി വാങ്ങിപ്പിക്കുക കേട്ടോ ചെയ്യണേ. അപ്പോൾ അവിടെ നിന്ന് ഈ സാധനമൊക്കെ കിട്ടിയപ്പോൾ എല്ലാം അങ്ങനെ വാങ്ങി. കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അത്ര വലിയ ഫംഗ്ഷനായിട്ടൊന്നും നമ്മൾ നടത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അടിപൊളിയാക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 3 പേരുമാണല്ലോ ഫാമിലി. അപ്പോൾ എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ട് വേണം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കുറച്ച് ഇതാക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുള്ള സൗകര്യമൊക്കെ വെച്ച് കട്ടിൽ കിടന്ന് വെച്ച ഭാഗമായിരുന്നു. കട്ടിലിനൊക്കെ അവിടെ നിന്ന് തള്ളി മാറ്റി സൈഡിലോട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് പ്ലെയിനായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ ആ ഒരു ഭാഗം ഉണ്ടായിരുന്നുള്ളൂ റൂമിൽ. പിന്നെ അവിടെ ഞങ്ങൾ ഈ തോരണം പോലത്തെ സംഭവമൊക്കെ നമ്മുടെ ഡബിൾ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ വേറെ പ്രശ്നമില്ലല്ലോ, നമുക്ക് വേഗം അയച്ചെടുക്കുകയും ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓരോ വർത്താനം പറയുന്നുണ്ട്. പിന്നെ കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല. കുഞ്ഞ് ഉറങ്ങി എണീറ്റിട്ട് ഭയങ്കര കളിയാണ്. കാരണം താഴെ ബലൂണൊക്കെ കിടക്കണ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി നോക്കിയത്. പിന്നെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. എന്ത് കാര്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ അടി ഉണ്ടാക്കും, ചിലപ്പോൾ ചിരിക്കും. എന്നാലും രണ്ടുപേരും കൂടി ഞങ്ങളെല്ലാം ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ അതങ്ങനെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ആ ഒരു ഇതുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അത് രണ്ടുപേരും കൂടി കുറേ നേരത്തെ പണിയായിരുന്നു. ഒരാൾ കുഞ്ഞിനെ പിടിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ, കാരണം ഇപ്പുറത്ത് പിടിക്കുമ്പോൾ അപ്പുറത്ത് ഊരി വരുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പുചേട്ടന് രണ്ടുപേരും കൂടി പിടിച്ചത് ഒട്ടിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ഈ വണ്ണം എന്നുള്ളൊരു ബലൂൺ ഞാൻ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്ത് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചാണേ. പിന്നെ അതിലിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ടുണ്ടാവും തോന്നിയപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാരണം ആളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്കും കേട്ടോ. ഒരു ബലൂൺ പൊട്ടിച്ചപ്പോൾ പേടിക്കും വിചാരിച്ച് ഞങ്ങൾ നോക്കുമ്പോഴേക്കും അത് പിന്നെ അടുത്ത പൊട്ടിക്കാൻ പോകണം. ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ബലൂണിൻ്റെ ഇത് കണ്ടിട്ട്. അങ്ങനെ തിമിർക്കലായിരുന്നു താഴെ കിടന്നിട്ട്. പിന്നെ ബലൂണൊക്കെ ഒട്ടിക്കാനുള്ളതൊക്കെ ഞാൻ അപ്പുചേട്ടൻ്റെ തന്നെ കൊടുത്തു കേട്ടോ. കാരണം എന്നെക്കൊണ്ട് അത് സെറ്റാക്കാൻ പറ്റില്ല. പിന്നെ കുഞ്ഞ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം വന്നിട്ട് എവിടെ നിന്നൊക്കെ വലിക്കണമെന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ബലൂണൊക്കെ അപ്പുചേട്ടൻ തന്നെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കണമുണ്ട് കേട്ടോ. അവിടെയൊക്കെ വെക്കണം എന്നറിയില്ല. അപ്പം ഞാൻ മേലെ കൂടി കൊടുത്താൽ മതി എന്നൊക്കെ പറയും. പിന്നെ കുഞ്ഞിനെ അതിൻ്റെ ഇടയിൽ എടുത്തോണ്ട് ഓടുന്നുണ്ട് കേട്ടോ ഞാൻ.
താഴെ വിട്ട് കഴിഞ്ഞാൽ ആൾ ഭയങ്കര കളിയാണല്ലോ, എന്തെങ്കിലും എടുത്ത് വായിടും, അതാണ് നമുക്ക് പ്രശ്നം. എന്തെങ്കിലും ഒരു തരി കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ ചിരിച്ച് കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു വെച്ചത്. മെയിനായിട്ട് കുഞ്ഞിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത്ര അടിപൊളിയാവും തോന്നിയില്ല കേട്ടോ. കാരണം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് മനസ്സിന് അത്ര ഇത് തോന്നി. ഭയങ്കര ഗ്രാൻഡായിട്ട് നമുക്ക് നടത്താൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഉള്ളത് കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഒരു സ്റ്റൂളിൽ നമ്മൾ ഇങ്ങനെ തുണിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കിൻ്റെ മേലെ ഞാൻ പേരൊക്കെ ചെയ്ത് സെറ്റാക്കി കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് ബേക്കറിയിൽ കുറച്ച് നാൾ ജോലിക്ക് പോയതുകൊണ്ട് ഇങ്ങനൊരു ഗുണം ഉണ്ടായിരുന്നു. അത് പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് പിന്നെ പോയി ക്രീം വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ എഴുതി കൊടുക്കുകട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേക്കറിയിൽ ജോലിക്ക് പോകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതും. അങ്ങനെ പിന്നെ അതാ കുഞ്ഞിന് തൊപ്പിയൊക്കെ വെച്ച് കുറച്ച് വീഡിയോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ലിപ് ബാം കൈ കൊടുത്തിട്ട് രണ്ടാളും മിണ്ടാണ്ടിരിക്കണത്. എന്നാലും ഭയങ്കര വാശിയും ദേഷ്യമൊക്കെ ആയിരുന്നു. പിന്നെയൊക്കെ കാണുന്നുണ്ടോ കറക്റ്റാണോ എന്നൊക്കെ ഞാൻ പോയി നോക്കി കേട്ടോ കുഞ്ഞിന്. അതിന് ശേഷം പിന്നെ ഇതാ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചിയും ചേട്ടനുമാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് അച്ഛനും അമ്മേനും പോലെ തന്നെയാണ് കേട്ടോ. കാരണം കുഞ്ഞ് ജനിച്ചപ്പോഴും കുഞ്ഞിൻ്റെ ചോറൂണിനൊക്കെ ചേച്ചിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് കൂടെ. അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് അനിയനാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവർ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അത്ര സന്തോഷമായിരുന്നു. അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു ഫീല് നമുക്ക് വന്നേനെ കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ ഞങ്ങൾ 3 വർഷമായിട്ട് ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം തൊട്ട് നമ്മൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവരും കൂടി വന്നപ്പോൾ ഞങ്ങളങ്ങനെ ചിരിച്ച്. ഞങ്ങൾക്ക് കുഞ്ഞാണെങ്കിൽ നല്ല വാശി. കേക്ക് കട്ടിയുമ്പോൾ കരച്ചില്ല. ആൾക്കാർ ലിപ് ബാം ഞാൻ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ ബഹളായിരുന്നു. പിന്നെ പറഞ്ഞാൽ എപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുമ്പോഴും ഞങ്ങൾ മറന്നുപോണ കാര്യം ഉണ്ടോ മെഴുകുതിരി ഊതണം എന്നുള്ളത്. അയ്യോ പിന്നെ ചേച്ചപ്പൻ അതാ ഊതിയില്ല മെഴുകുതിരി ഊതിയില്ല പറഞ്ഞിട്ട് പിന്നെ മെഴുകുതിരിയൊക്കെ ഊതി കടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ചേച്ചീൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഒരു കണക്കിന് കുഞ്ഞ് പിടിച്ചു കേട്ടോ. ആൾക്ക് കേക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതുണ്ട്, അതിൽ കയറി പിടിക്കണമെന്നൊക്കെ ഉണ്ട്. എന്നാൽ അയ്യോ കുഞ്ഞിൻ്റെ ലിപ് ബാം കയ്യിൽ നിന്ന് വീണ് പോണതായിരുന്നു കേട്ടോ സങ്കടം. പക്ഷെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. ചിരിച്ച് സന്തോഷം, അതാണല്ലോ നമുക്ക് വേണ്ടത്. നമ്മൾ എത്ര ഗ്രാൻഡാണെന്നുള്ളതല്ല, നമ്മളെത്ര സന്തോഷിച്ചിരിക്കണം എന്നുള്ളതിലാണല്ലോ കാര്യം. പിന്നെ ഞങ്ങൾ അത്രയ്ക്ക് അടിപൊളിയാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ച് ഒരു ദിവസം പോയത് അറിഞ്ഞില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയി കേട്ടോ. കാരണം പള്ളിയിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സമയം പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കേക്കിൻ്റെ പടിയിൽ പിന്നെ കുഞ്ഞ് എണീക്കും. പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ലൈറ്റും കാര്യങ്ങളും ഇതാവും പറഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയിട്ടോ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്യണ സമയത്ത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അതാ കുഞ്ഞിന് തൊപ്പി വെച്ച് കൊടുത്തില്ല, ബർത്ത്ഡേ തൊപ്പി വെച്ചില്ല എന്ന് പറഞ്ഞു. ആകെപ്പാടെ ഇതായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ചു. പക്ഷെ ഫോട്ടോയും കാര്യങ്ങളിലൊക്കെ തൊപ്പി വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുമ്പ്. അതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര മിസ് ചെയ്തില്ല. ഇത്രത്തോളമൊക്കെ ചെയ്യാൻ പറ്റിയതിന് വലിയ കാര്യം ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കേക്ക് കട്ടിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉടുപ്പൊക്കെ ആൾക്ക് വേഗം മാറ്റിയാൽ മതി എന്നായിരുന്നു കേട്ടോ. കുഞ്ഞിന് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഉടുപ്പ് ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനും കേട്ടോ. കാത് കുത്തിയ കമ്മൽ പോയി എന്നുള്ളൊരു സങ്കടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. പിന്നെ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ചിട്ട് ഇല്ലാണ്ടിരിക്കണം തന്നെ നല്ലത്. കാരണം അയിഞ്ഞു പോയ വായിൽ വെക്കുന്നുള്ളത് 100% ഉറപ്പായതുകൊണ്ട് കുഴപ്പമില്ല. കുഞ്ഞിച്ചിരി വലുതായിട്ട് അവൾക്ക് ഇച്ചിരി ഒരു സൂക്ഷിക്കാനൊക്കെ ആവുന്ന സമയത്ത് കാതൊന്നും കൂടി കുത്താന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.